വിശദാംശങ്ങളിലേക്ക്. തൃശൂർ മലക്കപ്പാറയിൽ ഭൂമിക്കായി കുടിൽ കെട്ടി സമരം ചെയ്ത ആദിവാസി മൂപ്പന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മർദ്ദനം. വീരൻകുടി ഊരിലെ ഊരുമൂപ്പൻ വീരനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ ഊരുമൂപ്പനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ വെറുതെ കാട്ടിനകത്ത് എല്ലാം കാടൻ മഞ്ഞ മുഴുവ മൊത്തം ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ഈ കൈ കൊണ്ട് തലക്കിട്ട് കൊടുത്തു. പിന്നെ കമ്പ് വെച്ച് കുറെ അടി കാലത്തും അനീഷ് ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, എന്തിനാണ് ഇവർ സമരം വച്ചിരുന്നത്? അതുപോലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരെ മർദ്ദിക്കാനുള്ള കാരണം എന്താണ്? ുള്ള വീരൻകുടി ആദിവാസി കോളനിയിലെ താമസക്കാരാണ് ഈ വീരൻകുടി കോളനി നിവാസികൾ. കഴിഞ്ഞ 2018 പ്രളയത്തിൽ ഇവരുടെ ഊര് ഇരിക്കുന്ന ആ സ്ഥലത്തിന് ഇരുവശവും ഉരുൾപൊട്ടലിൽ ഒലിച്ച് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഇവരുടെ താമസവും കൃഷിയിടങ്ങളും എല്ലാം ഈ വീരൻകുടി ഊരിലാണ്. അപ്പോൾ ഇവരുടെ ആവശ്യം, ഇവർ ആ സമയത്ത് 2018 പ്രളയത്തിൽ ഇവരുടെ ഊരിന്റെ ഇരുവശവും ഒലിച്ചുപോയ സാഹചര്യത്തിൽ ഇവർ സർക്കാരിനോട് ബന്ധപ്പെട്ട വകുപ്പിനോടൊക്കെ പറഞ്ഞിരുന്നു. അതായത് തങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ യോഗ്യമല്ല, കാരണം ഏത് നിമിഷവും വലിയൊരു മഴ വന്ന ഉരുൾപൊട്ടൽ ഉണ്ടാകും. അതുകൊണ്ട് ഇവർക്ക് താമസയോഗ്യമായ മറ്റൊരു ഇടം നൽകി അവിടേക്ക് ഇവരെ മാറ്റി താമസിപ്പിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. മറിച്ച് ഈ സ്ഥലത്ത് തന്നെ ഇവർ വന്ന് കൃഷി ചെയ്തുകൊള്ളാം, താമസിക്കാൻ മാത്രമായി മറ്റൊരു സ്ഥലം ഇവർക്ക് കണ്ടുപിടിച്ചു തരണമെന്നൊരു സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. സർക്കാർ ഇതനുസരിച്ച് ഇവിടെ ഈ സ്ഥലത്ത് വന്ന് പരിശോധിച്ചതിൽ നിന്നും താമസയോഗ്യമല്ല എന്നൊരു വിലയിരുത്തലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ടും ഇവരെ മാറ്റി പാർപ്പിക്കാനോ അല്ലെങ്കിൽ അത്തരം നടപടികൾക്കൊന്നും സർക്കാർ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് ഇവർ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ്, കഴിഞ്ഞ 18 ഇവർ മലക്കപ്പാറയ്ക്ക് സമീപം പ്രതിഷേധ സൂചകമായി അല്ലെങ്കിൽ ഇവർക്ക് താമസയോഗ്യമായ ഭൂമി വേണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ കുടിൽ കെട്ടി സമരത്തിലേക്ക് കടന്നത്. പ്രാദേശിക CPM വാർഡ് മെമ്പർ ഉൾപ്പെടെ പ്രാദേശിക CPM നേതാക്കളുടെ പിന്തുണയോടെയാണ് ഇവർ ഈ കുടിൽ കെട്ടി താമസിച്ചത്. മാത്രമല്ല, ഈ കുടിലിന് ചുറ്റും സമീപത്തായി CPMന്റെ കൊടി ഉൾപ്പെടെ വെച്ചിരുന്നു, നാട്ടിയിരുന്നു, ഫ്ലക്സ് ബോർഡ് വെച്ചിരുന്നു. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് വനംവകുപ്പ് എത്തി ഈ കൊടികളെല്ലാം നശിപ്പിച്ചു, ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചു. ഇതേ തുടർന്ന് ഈ ഊരുമൂപ്പനും കൂടെയുള്ളവരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കമായി. ഇതിനിടെയാണ് ഈ ഊരുമൂപ്പന് തലയ്ക്ക് അടിയേറ്റതും അതുപോലെ തന്നെ കാലിൽ കമ്പുകൊണ്ടുള്ള മർദ്ദനമേറ്റതായും ഊരുമൂപ്പൻ പറയുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് തങ്ങളെ തന്നെ മർദ്ദിച്ചതെന്നാണ് ഊരുമൂപ്പൻ പറയുന്നത്. ഊരുമൂപ്പന്റെ ഈ കാലിൽ, മർദ്ദനമേറ്റ കാലിൽ നേരത്തെ പോത്ത് കുത്തി തുടർന്ന് പരിക്കേറ്റ ഒരു കാല് കൂടിയാണ്. ഈ കാലിലാണ് വീണ്ടും ഇപ്പോൾ കമ്പ് കൊണ്ടൊരു മർദ്ദനമേറ്റതും തലക്കടിക്കുന്ന കൈകൊണ്ട് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും തുടർന്ന് ഊരുമൂപ്പനെ അവിടെയുള്ള എല്ലാവരും ചേർന്ന് ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ മർദ്ദിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ പേര് എടുത്ത് ഊരുമൂപ്പൻ പറയുന്നുണ്ട്. മറ്റുള്ളവര് തനിക്ക് അറിയില്ല എന്നും പറയുന്നു. എന്തായാലും മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം, ഊരുമൂപ്പന്റെ ആവശ്യം. മാത്രമല്ല, ഇവർക്ക് വാസയോഗ്യമായ മറ്റൊരു ഇടം കണ്ടെത്തി ഇവരെ മാറ്റി അങ്ങോട്ട് പാർപ്പിക്കണമെന്നുമാണ് നിലവിൽ ഇവരുടെ ആവശ്യം. ഫിജി, എന്തായാലും ഈ ഒരു അതിക്രമം നടന്ന ശേഷം എന്താണ് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണമുണ്ടോ? അവർ ഇത് നിഷേധിക്കുകയാണോ ചെയ്യുന്നത്? ഒരു പ്രതികരണം ഒന്നും ഈ നിമിഷം വരെയും വന്നിട്ടില്ല. എന്തായാലും വൈകിട്ടോടെയാണ്, 4 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കുടിൽ പൊളിച്ചു മാറ്റാനും അതുപോലെ ഈ കൊടിയും അതുപോലെ ഫ്ലക്സ് ഉൾപ്പെടെ പൊളിച്ചു കളയാനും വേണ്ടി ഇവർ എത്തിയത്. ഇതിനുശേഷം വൈകിട്ടോടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അദ്ദേഹത്തിന് ആംബുലൻസിൽ ഉൾപ്പെടെ കയറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. മലക്കപ്പാറയിലാണ് സംഭവം ഉണ്ടാകുന്നത്. അവിടെ നിന്നും ഏറെ ദൂരം വരേണ്ടതുണ്ട് ചാലക്കുടിയിലേക്ക്, ആശുപത്രിയിലേക്ക്. അല്പം മുമ്പാണ് ഇദ്ദേഹത്തിനെ ചാലക്കുടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇതിനുള്ളിൽ വനംവകുപ്പ് ഇത്തരത്തിൽ ഒരു പ്രതികരണം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നിലവിൽ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം വനംവകുപ്പ് ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ വനം മന്ത്രിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പോ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയോ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അദ്ദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഫിജി. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ മലക്കപ്പാറയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കുടിൽകെട്ടി ഭൂസമരം നടത്തിയിരുന്ന ആദിവാസി മൂപ്പനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹത്തെ ഇപ്പോൾ ചാലക്കുടിയിലെ താലൂക്ക് ആശുപത്രിയിൽ
പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും വനം വകുപ്പ് ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരോ മറ്റോ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് മന്ത്രിയോ മറ്റുള്ളവരോ ഒരു പ്രതികരണം നടത്തുമെന്ന് പ്രതീക്ഷിക്കാം ഉടൻ തന്നെ. എന്തായാലും ഇതുവരെ ആ പ്രതികരണം ലഭ്യമായിട്ടില്ല.